മഹീന്ദ്രയുടെ ഈ വർഷത്തെ വളരെ പ്രധാനപ്പെട്ട ലോഞ്ചായിരുന്നു താർ റോക്സ്. ലോഞ്ചിന് പിന്നാലെ താർ റോക്സിന് മികച്ച സേഫ്റ്റി റേറ്റിംഗ് ആണ് ഭാരത് എൻക്യാപ് ക്രാഷ് ടെസ്റ്റിൽ ലഭിച്ചിരിക്കുന്നത്. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് ഭാരത് എൻക്യാപ് ക്രാഷ് ടെസ്റ്റിൽ മഹീന്ദ്ര താർ റോക്സ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അഡൽട്ട് ഓക്യുപ്പൻസി പ്രൊട്ടക്ഷനിലും ചൈൽഡ് ഓക്യുപ്പൻസി പ്രൊട്ടക്ഷനിലും താർ റോക്സ് നേടിയത് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ്. താർ റോക്സിന്റെ AX5L MX3 എന്നീ വേരിയന്റുകളാണ് ക്രാഷ് ടെസ്റ്റിൽ പങ്കെടുത്തത്. എന്നാൽ താർ റോക്സിന്റെ എല്ലാ വേരിയന്റുകൾക്കും ഈ സേഫ്റ്റി റേറ്റിംഗ് ആപ്ലിക്കബിൾ ആണ്. താർ റോക്സിന്റെ സേഫ്റ്റി റേറ്റിംഗ് വിശദമായി നോക്കുകയാണെങ്കിൽ അഡൽട്ട് ഓക്യുപ്പൻസി പ്രൊട്ടക്ഷനിൽ 32-ൽ 31.09 പോയിന്റും ചൈൽഡ് ഓക്യുപ്പൻസി പ്രൊട്ടക്ഷനിൽ 49-ൽ 45 പോയിന്റുമാണ് താർ റോക്സിന് ലഭിച്ചത്. താർ റോക്സ് കൂടാതെ മഹീന്ദ്രയുടെ XUV 3XO, XUV 400 EV എന്നീ മോഡലുകൾക്കും ഭാരത് എൻക്യാപ് ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ലഭിച്ചു. ഏറ്റവും പുതിയ 3 ഡോർ താറിനെ 2020-ലാണ് മഹീന്ദ്ര ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. എക്സിസ്റ്റിംഗ് 3 ഡോർ താറിന്റെ ക്യാരക്ടർ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് 5 ഡോർ വേർഷനായ താർ റോക്സിനെ മഹീന്ദ്ര 2024-ൽ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത്. ഫോഴ്സ് ഗൂർഖ, മാരുതി സുസുക്കി ജിംനി എന്നീ മോഡലുകളുമായി കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് താർ റോക്സിന്റെ വിലയും. 2023-ലാണ് 5 ഡോർ വേർഷനായ ജിംനിയെ മാരുതി സുസുക്കി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. എക്സിസ്റ്റിംഗ് 3 ഡോർ ഗൂർഖയ്ക്ക് പിന്നാലെ ഈ വർഷമാണ് 5 ഡോർ വേർഷനായ ഗൂർഖയും ഇന്ത്യയിലെത്തിയത്. ലാഡർ ഫ്രെയിം ഷാസിയിലാണ് താർ റോക്സ്, ഗൂർഖ, ജിംനി എന്നീ 3 മോഡലുകളും നിർമ്മിച്ചിരിക്കുന്നത്. ഗൂർഖ, ജിംനി എന്നീ മോഡലുകൾ 4 വീൽ ഡ്രൈവ് ഓപ്ഷനിലും താർ റോക്സിന് റിയൽ വീൽ ഡ്രൈവ്, 4 വീൽ ഡ്രൈവ് ഓപ്ഷനും മഹീന്ദ്ര നൽകിയിരിക്കുന്നു. ഈ 3 മോഡലുകളും തന്നെ ഇതുവരെ ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. താർ റോക്സിന്റെ ക്രാഷ് ടെസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ, 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ എന്നിങ്ങനെ 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് താർ റോക്സിന് മഹീന്ദ്ര നൽകിയിട്ടുള്ളത്. 2.6 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഫോഴ്സ് ഗൂർഖയിലും 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ജിംനിയിലും നൽകിയിരിക്കുന്നു. താർ റോക്സിന്റെ 2 ലിറ്റർ ഡയറക്ട് ഇഞ്ചക്ഷൻ എം സ്റ്റാലിയൻ ടർബോ പെട്രോൾ എഞ്ചിൻ 130 HP 5000 RPMലും 380 Nm ടോർക്ക് 1500 മുതൽ 3000 വരെയുള്ള RPMലും നൽകുന്നു. 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ 128.6 HP 3500 RPMലും 370 Nm ടോർക്ക് 1500 മുതൽ 3000 വരെയുള്ള RPMലും നൽകുന്നു. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ, 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് എന്നിങ്ങനെ 2 ഗിയർ ബോക്സ് ഓപ്ഷനും താർ റോക്സിന് മഹീന്ദ്ര നൽകിയിട്ടുണ്ട്. ഫോഴ്സ് ഗൂർഖയുടെ 2.6 ലിറ്റർ ടർബോ ചാർജ് ഡീസൽ എഞ്ചിൻ 138 HP 320 Nm ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമാണ് ഈ മോഡൽ ലഭിക്കുന്നത്. ജിംനിയുടെ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ 103 HP 134 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും 4 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക്കിലുമാണ് ഈ മോഡൽ ലഭിക്കുന്നത്. 16.94 കിലോമീറ്റർ പെർ ലിറ്ററാണ് ജിംനിക്ക് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. 12.4 കിലോമീറ്റർ പെർ ലിറ്ററാണ് താർ റോക്സിനെ ARI സർട്ടിഫൈ ചെയ്തിരിക്കുന്ന മൈലേജ്. 3 വാഹനങ്ങൾക്കും ബോഡി ക്ലാഡിംഗ് കാണാൻ കഴിയുന്നു. ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 57 ലിറ്റർ താർ റോക്സിനും 64 ലിറ്റർ ഫോഴ്സ് ഗൂർഖയ്ക്കും 40 ലിറ്റർ മാരുതി സുസുക്കി ജിംനിക്കുമുണ്ട്. 12,99,000 മുതൽ 20,49,000 വരെയാണ് താർ റോക്സിന്റെ എക്സ്-ഷോറൂം വില. 18 ലക്ഷം രൂപയിലാണ് ഫോഴ്സ് ഗൂർഖയുടെ എക്സ്-ഷോറൂം വില ആരംഭിക്കുന്നത്. 12,75,000 മുതൽ 14,95,000 വരെയാണ് മാരുതി സുസുക്കി ജിംനിയുടെ എക്സ്-ഷോറൂം വില. എഞ്ചിന്റെയും പവർ ട്രെയിനിന്റെയും കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് മഹീന്ദ്ര താർ റോക്സ് ആണ്. പെട്രോൾ, ഡീസൽ എഞ്ചിനുകൾക്ക് മാനുവൽ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകളും നൽകിയിരിക്കുന്നു. ഫോഴ്സ് ഗൂർഖയിലുള്ള ഡീസൽ എഞ്ചിൻ മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമാണ് ലഭിക്കുന്നത്. ജിംനിയിൽ പെട്രോൾ എഞ്ചിൻ ഓപ്ഷൻ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഈ ഓഫ് റോഡിംഗ് ക്യാരക്ടറുള്ള SUVകൾ വാങ്ങുന്ന വലിയൊരു ശതമാനം ആളുകളും തന്നെ ഓഫ് റോഡിങ്ങിന് പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഫോഴ്സ് ഗൂർഖ, മാരുതി സുസുക്കി ജിംനി എന്നീ മോഡലുകളിൽ സ്റ്റാൻഡേർഡായി 4 വീൽ ഡ്രൈവ് ഓപ്ഷനും മഹീന്ദ്ര താർ റോക്സിന്റെ ലോവർ വേരിയന്റുകളിൽ റിയൽ വീൽ ഡ്രൈവ് ഓപ്ഷനും ടോപ്പ് എൻഡ് വേരിയന്റുകളിൽ 4 വീൽ ഡ്രൈവ് ഓപ്ഷനും മഹീന്ദ്ര നൽകിയിരിക്കുന്നു. മഹീന്ദ്ര താർ റോക്സിന് റിയൽ വീൽ ഡ്രൈവ്, 4 വീൽ ഡ്രൈവ് എന്നിങ്ങനെ 2 ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ വാങ്ങുന്നവർക്ക് അവരുടെ യൂസിനനുസരിച്ച് ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാൻ കഴിയുന്നു. 226 മില്ലിമീറ്ററാണ് താർ റോക്സിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. 223 മില്ലിമീറ്റർ ഫോഴ്സ് ഗൂർഖയ്ക്കും മാരുതി സുസുക്കി ജിംനിക്ക് 210 മില്ലിമീറ്ററുമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റി താർ റോക്സിന് 650 മില്ലിമീറ്ററും ഫോഴ്സ് ഗൂർഖയ്ക്ക് 700 മില്ലിമീറ്ററുമാണ്. മാരുതി സുസുക്കി ജിംനിക്ക് 300 മില്ലിമീറ്ററാണ് വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റി. താർ റോക്സിന് 41.7 ഡിഗ്രി അപ്രോച്ച് ആംഗിളും 23.9 ഡിഗ്രി റാമ്പ് ഓവർ ആംഗിളും 36.1 ഡിഗ്രി ഡിപ്പാർച്ചർ ആംഗിളും മഹീന്ദ്ര നൽകിയിരിക്കുന്നു. ഫോഴ്സ് ഗൂർഖയ്ക്ക് 39 ഡിഗ്രി അപ്രോച്ച് ആംഗിൾ, 28 ഡിഗ്രി റാമ്പ് ഓവർ ആംഗിൾ, 37 ഡിഗ്രി ഡിപ്പാർച്ചർ ആംഗിളും നൽകിയിരിക്കുന്നു. മാരുതി സുസുക്കി ജിംനിക്ക് 36 ഡിഗ്രി അപ്രോച്ച് ആംഗിൾ, 24 ഡിഗ്രി റാമ്പ് ഓവർ ആംഗിൾ, 50 ഡിഗ്രി ഡിപ്പാർച്ചർ ആംഗിളും നൽകിയിരിക്കുന്നു. സ്കോർപിയോ എന്നിൽ മഹീന്ദ്ര നൽകിയിരിക്കുന്നത് ഷിഫ്റ്റ് ഓൺ ഫ്ലൈ സിസ്റ്റം ആണെങ്കിൽ താർ റോക്സിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മെക്കാനിക്കൽ 4x4 ലിവർ ആണ് നൽകിയിട്ടുള്ളത്.
ഇത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഓഫ് റോഡിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. 2H, 4H, 4L എന്നിങ്ങനെ 3 ഓഫ് റോഡിംഗ് മോഡുകളും താർ റോക്സിന് മഹീന്ദ്ര നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ താർ റോക്സിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റുകളിൽ ക്രോൾ സ്മാർട്ട് അസിസ്റ്റ് എന്ന ഒരു പുതിയ ഫീച്ചർ കൂടി നൽകിയിട്ടുണ്ട്. താർ റോക്സിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റുകളിൽ ക്രോൾ സ്മാർട്ട് അസിസ്റ്റ് എന്ന ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ത്രോട്ടിൽ ഇൻപുട്ട് ഇല്ലാതെ വാഹനത്തിന്റെ സ്പീഡ് 30 കിലോമീറ്റർ താഴെയായി ഡ്രൈവർക്ക് തന്നെ സെറ്റ് ചെയ്യാൻ കഴിയുന്നു. വലിയ ടേണിങ്ങുകൾ ഈസിയായി എടുക്കാൻ കഴിയുന്ന ഇന്റലി ടേൺ അസിസ്റ്റ് എന്ന പുതിയ ഫീച്ചർ കൂടി താർ റോക്സിന് മഹീന്ദ്ര നൽകിയിട്ടുണ്ട്. 4x4 സെലക്ടറായി ഫോഴ്സ് കൂർക്കയിൽ ഇലക്ട്രോണിക് ഡയലും മാരുതി സുസുക്കി ജിംനിയിൽ ഒരു മെക്കാനിക്കൽ ലിവറുമാണ് നൽകിയിരിക്കുന്നത്. മഹീന്ദ്ര താർ റോക്സിൽ റിയർ ഡിഫറൻഷ്യലും ഫോഴ്സ് കൂർക്കയിൽ മെക്കാനിക്കലി ലോക്കിംഗ് ഫ്രണ്ട് ആൻഡ് റിയറുമാണ് നൽകിയിരിക്കുന്നത്. താർ റോക്സിന്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ 4428 mm ലെങ്തും 1870 mm വിഡ്ത്തും 1923 mm ഹൈറ്റുമുണ്ട്. 2850 mm ആണ് വീൽ ബേസ്. ഫോഴ്സ് കൂർക്കയുടെ ഡയമെൻഷൻസിലേക്ക് വരികയാണെങ്കിൽ 4390 mm ലെങ്തും 1865 mm വിഡ്ത്തും 2095 mm ഹൈറ്റുമുണ്ട്. 2825 mm ആണ് വീൽ ബേസ്. ജിംനിയുടെ ഡയമെൻഷൻസിലേക്ക് വരികയാണെങ്കിൽ 3985 mm ലെങ്തും 1645 mm വിഡ്ത്തും 1720 mm ഹൈറ്റും 2590 mm വീൽ ബേസുമുണ്ട്. താർ റോക്സിന്റെ വീൽ സൈസ് 19 ഇഞ്ചും ഗൂർക്കയുടെ 18 ഇഞ്ചും മാരുതി സുസുക്കി ജിംനിയുടെ 15 ഇഞ്ചുമാണ്. 447 ലിറ്റർ മുതൽ 644 ലിറ്റർ വരെയാണ് താർ റോക്സിന്റെ ബൂട്ട് സ്പേസ്. ഫോഴ്സ് ഗൂർക്ക 5 ഡോറിന്റെ ബൂട്ട് സ്പേസ് ഇതുവരെ ഒഫീഷ്യലി റിവീൽ ചെയ്തിട്ടില്ല. 219 ലിറ്ററാണ് മാരുതി സുസുക്കി ജിംനിയുടെ ബൂട്ട് സ്പേസ്. മഹീന്ദ്ര താർ റോക്സിന്റെ ലോവർ വേരിയന്റുകളിൽ സിംഗിൾ പെയിൻ സൺറൂഫും ഹയർ വേരിയന്റുകളിൽ പനോരമിക് സൺറൂഫും മഹീന്ദ്ര നൽകിയിരിക്കുന്നു. ഫോഴ്സ് ഗൂർക്ക, മാരുതി സുസുക്കി ജിംനി എന്നീ മോഡലുകളിൽ സൺറൂഫ് നൽകിയിട്ടില്ല. താർ റോക്സ്, ജിംനി എന്നീ മോഡലുകളിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നൽകിയിട്ടുണ്ട്. ഫോഴ്സ് ഗൂർക്കയിൽ ഇത് മാനുവലാണ്. 9-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ് ഗൂർക്കയിലും ജിംനിയിലും നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 7-ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഗൂർക്കയിലും സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ജിംനിയിലും നൽകിയിരിക്കുന്നു. എന്നാൽ താർ റോക്സിൽ 10.25 ഇഞ്ച് ഹൈടെക് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേയിൽ ഡ്രൈവർക്ക് വേണ്ട ഓൾ എസെൻഷ്യൽ ഡേറ്റ ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയുന്നു. ഈ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ മോഡേൺ ഇന്റർഫേസ് ഓവറോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ എൻഹാൻസ് ചെയ്യുന്നതാണ്. താർ റോക്സിന്റെ ഹൈ റെസൊല്യൂഷൻ നൽകുന്ന മികച്ച 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കണക്ടിവിറ്റിയുടെയും എന്റർടൈൻമെന്റിന്റെയും കാര്യത്തിൽ വളരെ മുന്നിലാണ്. നാവിഗേഷൻ, വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസും റെസ്പോൺസീവ് ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ കൺട്രോൾസും നൽകിയിരിക്കുന്നു. സോഫ്റ്റ് ലെതർ ഫിനിഷാണ് താർ റോക്സിന്റെ ഡാഷ്ബോർഡിന് മഹീന്ദ്ര നൽകിയിട്ടുള്ളത്. എന്നാൽ ഹാർഡ് പ്ലാസ്റ്റിക് ആണ് ഫോഴ്സ് ഗൂർക്കയിലും മാരുതി സുസുക്കി ജിംനിയിലും ഉപയോഗിച്ചിരിക്കുന്നത്. 6 എയർ ബാഗ്, 360 ഡിഗ്രി ക്യാമറ, ലെവൽ 2 അഡാസ്, പനോറമിക് സൺറൂഫ്, റിയർ AC വെന്റുകൾ, ഓൾ 4 ഡിസ്ക് ബ്രേക്ക്, ഓട്ടോ വൈപ്പർ, ഓട്ടോ ഡിമ്മിംഗ് IRVM എന്നിവ മഹീന്ദ്ര താർ റോക്സിന്റെ പ്രത്യേകതകളാണ്. ഫോഴ്സ് ഗൂർക്കയ്ക്ക് സേഫ്റ്റിയുടെ ഭാഗമായി 2 എയർ ബാഗുകളും മാരുതി സുസുക്കി ജിംനിക്ക് സേഫ്റ്റിയുടെ ഭാഗമായി 6 എയർ ബാഗുകളും നൽകിയിരിക്കുന്നു. കീലെസ് എൻട്രി ഓപ്ഷൻ ജിംനിക്ക് മാത്രവും പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഓപ്ഷൻ താർ റോക്സിലും ജിംനിക്കും നൽകിയിരിക്കുന്നു. ഓട്ടോമാറ്റിക് LED ഹെഡ്ലൈറ്റുകളാണ് താർ റോക്സിനും ജിംനിക്കും നൽകിയിട്ടുള്ളത്. എന്നാൽ മാനുവൽ LED ഹെഡ്ലൈറ്റുകളാണ് ഫോഴ്സ് ഗൂർക്കയ്ക്കുള്ളത്. താർ റോക്സിൽ LED ഫോഗ് ലൈറ്റും LED ടെയിൽ ലാമ്പുകളും നൽകിയിരിക്കുന്നു. ഹാലജൻ ഫോഗ് ലൈറ്റും ഹാലജൻ ടെയിൽ ലാമ്പുമാണ് ഫോഴ്സ് ഗൂർക്കയിലും മാരുതി സുസുക്കി ജിംനിയിലും നൽകിയിട്ടുള്ളത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ റിയൽ വീൽ ഡ്രൈവ്, 4 വീൽ ഡ്രൈവ് ഓപ്ഷനിലും മഹീന്ദ്ര താർ റോക്സ് ലഭിക്കും. എന്നാൽ മാരുതി സുസുക്കി ജിംനി, ഫോഴ്സ് ഗൂർക്ക എന്നീ മോഡലുകളിൽ സ്റ്റാൻഡേർഡായി 4 വീൽ ഡ്രൈവ് ഓപ്ഷൻ മാത്രമാണുള്ളത്. 12,99,000 മുതൽ 20,49,000 വരെയാണ് മഹീന്ദ്ര താർ റോക്സിന്റെ എക്സ്-ഷോറൂം വില. 18 ലക്ഷം രൂപയിലാണ് ഫോഴ്സ് ഗൂർക്കയുടെ എക്സ്-ഷോറൂം വില ആരംഭിക്കുന്നത്. 12,75,000 മുതൽ 14,95,000 രൂപ വരെയാണ് മാരുതി സുസുക്കി ജിംനിയുടെ എക്സ്-ഷോറൂം വില. XUV 700, സ്കോർപിയോ എന്നീ മോഡലുകളിൽ കണ്ടിട്ടുള്ള അതേ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് മഹീന്ദ്ര താർ റോക്സിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ബോണറ്റ് ക്ലാംപ്സ്, എക്സ്പോസ്ഡ് ഡോർ ഹിഞ്ചസ്, സൈഡ് ഓപ്പണിംഗ് ടെയിൽ ഗേറ്റ്, ഫുൾ സൈസ്ഡ് സ്പെയർ വീൽ എന്നിവയും ഈ 3 മോഡലുകളിലും കാണാൻ കഴിയുന്നവയാണ്.